അടുത്തത് ഡ്രമാറ്റിക് പോയട്രി. ജോൺ റൈഡൻ്റെ കൺസെപ്റ്റ് ഓഫ് ഡ്രമാറ്റിക് പോയട്രിയാണ് നമ്മൾ പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡ്രമാറ്റിക് പോയട്രിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് അദ്ദേഹം ആൻ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി എന്ന എസ്സേയിലൂടെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്തത്. അതിൽ കാണിക്കുന്നത് ഡ്യുവൽ പേർപ്പസ് ഓഫ് ഡ്രാമ, അതായത് ഡ്രാമയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് പേർപ്പസ് ഉണ്ട്. എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങൾ ഡ്രാമ ചെയ്യുന്നുണ്ട്. ഡ്രാമ ടു എൻ്റർടൈൻ ആൻഡ് ടു ഇൻസ്ട്രക്റ്റ്, അല്ലേ? നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ ആസ്വദിപ്പിക്കാനും അതേപോലെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടിയും എന്ത് പറ്റുന്നുണ്ട്? ഡ്രാമക്ക് പറ്റുന്നുണ്ടെന്നാണ്. He advocates for a realistic imitation of life, reflecting the complexity of human nature and society. അദ്ദേഹം പറയുന്നത് ഡ്രാമയിൽ നമ്മൾ എന്തായിരിക്കണം? ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ആയിരിക്കണം, പക്ഷെ അത് റിയലിസ്റ്റിക് ആയിരിക്കണം. ഡ്രാമ എന്ന് പറഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് ഇമിറ്റേഷൻ ഓഫ് ലൈഫാണ്. അരിസ്റ്റോട്ടലിൻ്റെ അതേ കോൺസെപ്റ്റാണ്. അദ്ദേഹം പറയുന്നു ഡ്രാമ എന്തായിരിക്കണം? ഒരു റിയലിസ്റ്റിക് ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ആയിരിക്കണം, അല്ലേ? ഒരു ജീവിതത്തെ ഇമിറ്റേറ്റ് ചെയ്യണം, ഒരു റിയലിസ്റ്റിക് ആയിക്കൊണ്ട്. അതിലെന്ത് ചെയ്യണം? റിഫ്ലക്റ്റിംഗ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ നാച്ചർ ആൻഡ് സൊസൈറ്റി. അത് റിഫ്ലക്റ്റ് ചെയ്യണം, മനുഷ്യന്മാരുടെ ഹ്യൂമൻ നാച്ചറിൻ്റെയും സൊസൈറ്റിയുടെയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആസ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റ് ചെയ്യണം. ഹി റെസ്പെക്റ്റ് ദ ക്ലാസിക്കൽ യൂണിറ്റീസ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ക്ലാസിക്കൽ കോൺസെപ്റ്റ്, യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ, അല്ലേ? എപ്പോഴും നമുക്ക് എന്ത് വേണം? ഒരു യൂണിറ്റി വേണം എന്നുള്ളത്. അതായത് ഡ്രാമയിൽ കൃത്യമായി നിങ്ങൾ പഠിച്ചതാണ്, അല്ലേ? ഒരു ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ അരിസ്റ്റോട്ടലിൻ്റെ കൺസെപ്റ്റാണ്, അല്ലേ? അതിനെയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുകയാണ് ഇംഗ്ലീഷ് ഡ്രാമ എഗെയിൻസ്റ്റ് ഫ്രഞ്ച് ക്രിട്ടിക്, റൈസിങ് ഇറ്റ്സ് ഇമോഷണൽ റിച്ച്നെസ് ആൻഡ് ഇന്നൊവേഷൻ. പിന്നെ അദ്ദേഹം ഇംഗ്ലീഷ് ഡ്രാമയെ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട് ഇതിൽ നിന്ന്, ഫ്രഞ്ച് ക്രിട്ടിക്സിൽ നിന്ന്. പിന്നെ ഇംഗ്ലീഷ് ഡ്രാമയുടെ ഇമോഷണലായിട്ടുള്ള റിച്ച്നെസ്സിനെയും ഇന്നൊവേഷനെയും, പുതിയ പുതിയ കണ്ടെത്തലിനെയും അതിലുമുള്ള റിച്ച്നെസ് ആയിട്ടുള്ള ഇമോഷണൽ എലമെൻസിനെയും അദ്ദേഹം പ്രൈസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം എന്തിനേയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ട്രാജിക് കോമഡിയെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രാജിക് കോമഡി എന്ന് പറഞ്ഞാൽ അതിൽ ബോത്ത് ട്രാജിക് ആൻഡ് കോമിക് എലമെൻറ്റ്സ് ഉണ്ടാകും. ഓക്കെ.